Shalom. Shalom. Month of June, the month of divine inheritance. இந்த ஜூன் மாதம் என்று சொல்வது தெய்வீக சுதந்திரத்தை பெற்றுக்கொள்கிற மாதம். ഈ ജൂൺ മാസത്തിൽ ദൈവികമായ ചില അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. இந்த ஜூன் மாதத்தில் தெய்வீகமான சில சுதந்திரத்துக்குள் நாம் பிரவேசிக்க போகிறோம். എത്ര പേർ ദൈവികമായ സ്വർഗീയമായ ഒരു ഇൻഹെറിറ്റൻസിലേക്ക് അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ റെഡി ആയിരിക്കുന്നു ഇപ്പോൾ? எத்தனை நபர்கள் தெய்வீகமான பரலோகத்துக்குரிய சில சுதந்திரங்களை பெற்றுக்கொள்ள ആയത്തമായിരിக்கிறீர்கள்? ഇതുവരെ ഇല്ലാത്ത ഒരു ഹയർ ഇലം ദൈവമക്കളെ പിതാവ് നമുക്ക് വേണ്ടി ഈ മാസത്തിൽ തുറന്നു തരാൻ പോകുകയാണ്. இதுவரை இல்லாததான உன்னதமான மண்டலங்கள் தேவ பிள்ளைகளே பிதாவாகிய தேவன் நமக்காக திறந்து தரப்போகிறார். Amen. First Samuel chapter 10 verse 1-നകത്ത് ആ വേർഡ് ഇങ്ങനെ പറയുക, ശമൂവേൽ തൈലപാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിനു പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 1 சாமுவேல் 10வது அதிகாரம் அதனுடைய 1வது வசனம் விதமாக சொல்கிறது, அப்பொழுது சாமுவேல் தைல குப்பியை எடுத்து அவன் தலையின் மேல் வார்த்து அவனை முத்தம் செய்து, கர்த்தர் உன்னை தம்முடைய சுதந்திரத்தின் மேல் தலைவனாக அபிஷேகம் பண்ணினார் அல்லவா என்று சொல்கிறது. The Lord has anointed you for a prince over his inheritance. ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി ശൗലിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു. பாருங்க, அந்த இடத்தில் கர்த்தர் தம்முடைய சுதந்திரத்தின் மேல் தலைவனாக அபிஷேகம் பண்ணினார் என்று சொல்கிறது. ഇൻഹെറിറ്റൻസ് എന്ന പദത്തിന്റെ ഹെബ്രായ പദം നഖല എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം ഇതാ, പൊസഷൻ, ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. இன்ஹெரிட்டன்ஸ் என்பதற்கு எபிரேய வார்த்தையிலே நக்கலா എന്നதான வார்த்தை சொல்கிறது, சொந்தமாக்கி கொள்ளுதல், உரிமைப்படுத்திக் கொள்ளுதல், சொத்து என்று சொல்லி அர்த்தம். അപ്പോൾ ഇവിടെ ശൗലിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വത്തിലേക്കാണ്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ്, ദൈവത്തിൻ്റെ പൊസഷനിലേക്കാണ്, ദൈവത്തിൻ്റെ അവകാശത്തിലേക്കാണ്. அப்போ இந்த இடத்தில் சவுலை தலைவனாக அவன் ஏற்றுக்கொள்வது தேவனுக்கு சொந்தமான சில உரிமையின் மேல், தேவனுக்கு சொந்தமான அவன் சில சுதந்திரத்தின் மேல், தேவனுக்கு சொந்தമായി இருக்கிற ചിലതിൻ മേൽ. അപ്പോൾ അവകാശത്തിൻ്റെ പ്രഭുവായിട്ടുള്ള ഒരു അഭിഷേകമാണ് ശൗലിൻ്റെ മേൽ ഇവിടെ ശമൂവേൽ തൈലക്കൊമ്പിൽ നിന്ന്, തൈലപാത്രത്തിൽ നിന്നുള്ള അഭിഷേക തൈലത്തെ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരംഭത്തിലെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക, ഒരു അവകാശത്തിൻ്റെ പ്രിൻസായി, ലീഡറായിരിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം ഈ മാസത്തിൽ നിങ്ങളുടെ മേൽ ആധികമായി പകരപ്പെടും. பாருங்கள் மாணவர்களே, இந்த இடத்தில் அமே தேவனுடைய சுதந்திரத்தினுடைய தலைவன் ஆகும்படியாக தான் கர்த்தர் சவுலை சாமுவேல் வழியாக அபிஷேகம் பண்ணினது என்று சொல்லி பார்க்கிறோம். இந்த துவக்கத்திலே நாங்கள் ஒரு விஷயத்தை சொல்கிறோம். இந்த மாதத்தில் உங்கள் மேல் இருக்கிற கர்த்தருடைய திட்டம் என்று சொல்வது, நீங்கள் சில സുതന്ത്രങ്ങൾക്ക് തലവനാക മാറുകിற ഒരു അഭിഷേകം. ആമേൻ. ഇവിടെ പ്രഭു അല്ലെങ്കിൽ പ്രിൻസ് എന്നുള്ളതിൻ്റെ ഹെബ്രായ പദം നാഗീഡ് എന്നുള്ള പദമാണ്. അതിൻ്റെ അർത്ഥം റൂളർ എന്നാണ്, ലീഡർ എന്നാണ്, ക്യാപ്റ്റൻ എന്നാണ്, പ്രിൻസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസത്തിൽ ചില ലീഡർഷിപ്പിലേക്ക് ആമേൻ കർത്താവ് അഭിഷേകം ചെയ്ത് കയറ്റാൻ പോകുക. ചിലരെ റൂളറായി കർത്താവ് അഭിഷേകം ചെയ്ത് കയറ്റാൻ പോകുക. ചിലരെ ചിലതിൻ്റെ ക്യാപ്റ്റനായി കർത്താവ് അഭിഷേകം ചെയ്ത് പ്രവേശിക്കാൻ പോകുക. എത്ര പേർ അത് വിശ്വസിച്ച് സ്വീകരിക്കാൻ റെഡിയായി ഇപ്പോൾ? ஆமென். அன்பானவர்களே, பிரின்ஸ் என்றதனுடைய எபிரேய வார்த்தை நாகீட் என்றதான வார்த்தை. அதற்கு தலைவன், ஆமென், சிலதனுடைய உரிமையாளர், ஆமென், சிலதுக்கு அதிகாரி என்று சொல்லி அர்த்தம். அப்படி என்றால் நீங்கள் மெய்யாகவே ஆமென் சில சுதந்திரங்களுக்கு ஒரு கேப்டனாக, சில சுதந்திரங்களுக்கு ஒரு பிரின்ஸாக, சில சுதந்திரங்களுக்கு ஒரு அதிகாரியாக நிச்சயமாகவே கர்த்தர் உங்களை மாற்றுகிறார். ദൈവമക്കളെ, എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദൈവിക അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ദൈവിക അവകാശത്തിൻ്റെ പ്രഭുവായിരിക്കാനുള്ള ഒരു അഭിഷേകം ഈ മാസം
മാസം എൻ്റെ മേൽ പകരപ്പെടുമെന്ന് എത്ര പേർ അത് വിശ്വസിച്ച് സ്വീകരിക്കാൻ ഇപ്പോൾ റെഡിയായിരിക്കുന്നു? ஆமென். தெய்வ பிள்ளைகளே, எத்தனை பேர் இதை நம்புகிறீங்க? கர்த்தர் சில சுதந்திரங்களுக்கு தலைவனாக என்னை அபிஷேகம் பண்ணுகிறார் என்றதான ആമേൻ ഉറുദേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ചിലരെ ലീഡർഷിപ്പ് സ്ഥാനത്തിലേക്ക്, ചിലരെ ഭരണകർത്താക്കളിലേക്ക്, ചിലരെ ചില ക്യാപ്റ്റൻ മേഖലകളിലേക്ക് പിതാവ് അഭിഷേകം ചെയ്ത് കയറ്റാൻ പോകുക. அப்படி என்றால் சில தலைமைத்துவத்துக்கு மேலாக ஆமென், சில அதிகாரி என்றதான பதவிக்கு நேராக, சில தலைவன் என்றதான பதவிக்கு நேராக கர்த்தர் சில நபர்களை அபிஷேகம் பண்ணி ஆளுகை செய்ய வைக்க போகிறார். ദൈവിക അവകാശത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, അതിനെ കൈകാര്യം ചെയ്യുന്ന ദൈവികമായ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ പോകുക. சில தெய்வீக சுதந்திரத்துக்குள் நீங்கள் பிரவேசிப்பது மட்டுமல்ல, அந்த சுதந்திரங்களை செயல்படுத்தக்கூடியதான ஞானத்தையும் கர்த்தர் உங்களுக்கு கட்டளையிடுகிறார். ചില അവകാശങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, അതിന്റെ മേൽ വാഴ്ച നടത്തുവാനുള്ള അധികാരങ്ങളും കൂടെ പിതാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ പോകുക. சில சுதந்திரங்களை நீங்கள் கைவசப்படுத்திக் கொள்வது மட்டுமல்ல, சில சுதந்திரங்களுக்கு ஆளுகை செய்யக்கூடியதான ஞானத்தையும் கர்த்தர் உங்கள் மேல் தருகிறார். എന്നാൽ ഇവിടെ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവകാശത്തിന്റെ പ്രഭുവായി കർത്താവ് ശൗലിനെ അഭിഷേകം ചെയ്യുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ്. பாருங்க, இந்த இடத்தில் தன்னுடைய சுதந்திரத்துக்கு ஆமென் ஒரு தலைவனாக சவுலை அபிஷேகம் பண்ணும்போது இஸ்ரவேல் ஜனங்களுடைய தலைவனாக தான் கர்த்தர் சவுலை அபிஷேகம் பண்ணுவது என்று சொல்லி நாம் பார்க்கிறோம். അങ്ങനെയാണെങ്കിൽ ചില ജനങ്ങളുടെ മേൽ വാഴ്ചകൾ നടത്തുവാൻ, അവരെ ഭരിക്കുവാൻ, ചില ആത്മീക നിലവാരത്തിലേക്ക് ചിലരെ നയിക്കുവാൻ ഒരു സ്പിരിച്വൽ അതോറിറ്റി, അങ്ങനെയുള്ള ചില ഇൻഹെറിറ്റൻസ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോകുക ദൈവമക്കളെ. அப்படி என்றால் சில ஜனங்களின் மேல் ஆளுகை செய்யும்படியாக, அவரை கர்த்தருக்கு நேராக நடத்தும்படியாக, அவர்களுக்கு ஒரு தலைவனா இருக்கும்படியாக ஆமென் இந்த நாட்களில் கர்த்தர் உங்களை ஆமென் நடத்துகிறார். ഈ മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ശ്രേഷ്ഠമേറിയത് ചിലത് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവമക്കളെ. ஆமென். இந்த மாதத்துக்குள் நீங்கள் பிரவேசித்திருப்பது பரலோகத்தில் நின்று மேன்மையான சிலவைகளை பெற்றுக் கொள்ளும்படியாகவே அன்பானவர்களே. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ദൈവികമായിട്ടുള്ള ചിലത് ഈ മാസത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കാൻ പോകുക. ഒരു കണ്ണ് കണ്ടിടാത്തതാണ്, ഒരു കാതും കേട്ടിടാത്തതാണ് தெய்வீகமான சில சுதந்திரங்களை ஆமென் இந்த மாதம் நீங்கள் பெற்றுக்கொள்ள போகிறீர்கள். ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നന്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു റിലം നിങ്ങളുടെ മുമ്പിൽ ഈ സമയം തന്നെ തുറന്നു വരികയാണ്. கர்த்தர் உங்களுக்காக ஆயத்தப்படுத்தி இருக்கிற, பிதாவானவர் உங்களுக்காக அமைத்திருக்கிற அந்த சுதந்திரத்துக்குள் ஏறுகிறதான ஒரு மண்டலம் கர்த்தர் உங்களுக்கு திறந்து தருகிறார். ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആത്മാവിൽ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി വിശാലമായ ഒരു ഗോൾഡൻ ഡോർ തുറന്ന് ആ ഒരു മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. ஆமென். இது சொல்லும் போதே நாங்கள் பார்க்கிறோம், உங்களுக்காக விசாலமான சில வாசல்கள் திறந்த நீங்கள் அந்த மகிமைக்குள் பிரவேசிப்பதே. പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇനി ലേറ്റ് ആകത്തില്ല, താമസിക്കത്തില്ല. പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിശേഷതയുള്ള അവകാശം നിങ്ങൾ പ്രാപിക്കുന്ന ഒരു ജനറേഷനായി എഴുന്നേൽക്കാൻ പോകുകയാണ്. பிதாவானவர் உங்களுக்காக ஆயத்தம் பண்ணியிருப்பது இனி தாமதமாகுவதில்லை. தாமதிக்காமலே பிதாவினுடைய சுதந்திரத்துக்குள்ளாக நீங்கள் பிரவேசிக்கிற ஒரு மாதமாக இந்த மாதம் மாறும். നിങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം പ്രാർത്ഥിച്ചു മടുത്തുപോയ വിഷയത്തിനകത്ത് പോലും ഇപ്പോൾ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. நீங்கள் கடந்த மாதங்களில் ஜெபித்து சோர்ந்து போன விஷயங்களில் கூட இந்த மாதத்தில் அற்புதங்கள் நடக்கிறது. அன்பானவர்களே, எத்தனை பேர் உறுதியாக சொல்றீங்க ஆமென், நான் சில சுதந்திரங்களை பெற்றுக்கொள்கிற மாதம் இது என்று சொல்லி? എത്ര പേർ വിശ്വാസത്തോടെ പറയുന്നു ദൈവമക്കളെ, ചില അവകാശത്തെ പ്രാപിക്കുന്ന ഒരു മാസമായതെന്ന്? அன்பானவர்களே, முதலாவதாக வேத புத்தகத்தில் ஆமென் சுதந்திரம் என்றதான வார்த்தை பயன்படுத்துவது நம்முடைய கர்த்தர். அவர் ஆபிரகாமை நோக்கி ஆமென் சுதந்திரம் என்றதான வார்த்தையை சொல்வதை நாம் பார்க்கிறோம். ദൈവമക്കളെ, വചനത്തിനകത്ത് ആദ്യം അവകാശം എന്ന പദം ദൈവം പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെ നോക്കിയാണ്. ஆதியாகம புத்தகம் 15வது அதிகாரம் அதனுடைய 7வது வசனத்தில் கர்த்தர் ஆபிரகாமை பார்த்து இவ்விதமாக சொல்கிறார், பின்னும் அவர் அவனை நோக்கி, இந்த தேசத்தை உனக்கு சுதந்திரமாக கொடுக்கும் பொருட்டு உன்னை ஊர் என்கிறதான கல்தையருடைய பட்டணத்தில் இருந்து அழைத்து வந்த கர்த்தர் நானே என்றார். ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എൻ്റെ 7ാമത്തെ വാക്യം പറയുന്നു, ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ
ഞാൻ ആകുന്നു എന്ന് അരുൾ ചെയ്തു. அப்ப பாருங்க அன்பானவர்களே, ஆபிரகாமை கல்தேய பட்டணமாகிய ஊரில் நின்று கர்த்தர் அழைத்து வரும்போது கர்த்தருடைய இதயத்தில் ஒரு திட்டம் இருந்தது. ஆபிரகாமுக்கு சில சுதந்திரங்கள் கொடுக்க வேண்டும் என்று சொல்லி. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അബ്രഹാമിന് ഒരു അവകാശം നൽകണമെന്ന്. அப்ரஹாமுக்கு மட்டுமல்ல, ஆபிரகாமினுடைய சந்ததிகள் எல்லாவரும் சில சுதந்திரங்களை பெற்றுக்கொள்ளும் என்று கர்த்தர் ஆபிரகாமுக்கு வாக்குத்தத்தம் பண்ணினார். അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ സന്തതികളെല്ലാം ഈ അവകാശം പ്രാപിക്കുമെന്നൊരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിരുന്നു. ஆனால் புதிய உடன்படிக்கையில நம் வார்த்தையில பார்க்கும்போது கலாத்தியருக்கு எழுதிய நிருபம் 3வது அதிகாரம் அதனுடைய 29வது வசனம் இவ்விதமாக நம்மை பார்த்து சொல்கிறது. എന്നാൽ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, நீங்கள் கிறிஸ்துவினுடையவர்கள் ஆனால் ஆபிரகாமின் சந்ததியாராயும் வாக்குத்தத்தத்தின்படியே சுதந்திரராயும் இருக்கிறீர்கள். ക്രിസ്തുവിനുള്ളവർ എങ്കിലോ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു എന്ന് പറയുന്നു. இந்த மாதத்தினுடைய ஆரம்பத்தில் இந்த வார்த்தை நீங்கள் கேட்கும் போதே கிறிஸ்து இயேசுவுக்குள் இருக்கிற நீங்கள் எல்லோரும் ஆபிரகாமினுடைய சந்ததியாய் இருக்கிறீர்கள். நீங்கள் நிச்சயமாகவே சுதந்திரவாளிகளாயும் இருக்கிறீர்கள். ഈ വാഗ്ദത്തം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പ്രകാരം അവകാശികളുമായിരിക്കുന്നു. இந்த நாளில் எத்தனை பேருக்கு அறிக்கை பண்ண முடியும், நான் கிறிஸ்துவின் உடையவர்களாய் இருப்பதினாலே நான் ஆபிரகாமினுடைய சந்ததியும் വാഗ്ദത്തങ്ങൾക്ക് சுதந்திரவாளியுமாய் இருக்கிறேன். എത്ര പേർക്ക് ആ ഉറപ്പോടെ പറയാൻ കഴിയും, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമായിരിക്കുന്നു എന്ന്? அன்பானவர்களே, உங்கள் மேல் வெளிப்படுகிற சுதந்திரம் உங்களுடைய சுயத்தினுடைய ஏதாவது மேன்மையினாலே அல்ல, உங்களுடைய நற்கிரியினாலேயும் அல்ல, உங்களுடைய விசேஷ விதமான தாளந்தினாலேயும் உங்களுடைய சுய உழைப்பினாலேயும் அல்ல, மாறாக கிறிஸ்து இயேசு உங்களுக்காக கல்வாரி சிலுவையில் விலைக்கிரயம் செலுத்தி இருப்பதினாலே உங்களுக்கு நிச்சயமாக ஆபிரகாமினுடைய சந்ததியாகவும் ஆபிரகாமினுடைய சுதந்திரத்தையும் பெற்றுக்கொள்ள முடியும். നിങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ സൽപ്രവർത്തികൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ഇതിന്റെ വില ചുമത്തിയത് കൊണ്ട് നിങ്ങളെ അബ്രഹാമിന്റെ സന്തതിയായി മാറ്റുകയും വാഗ്ദത്ത പ്രകാരമുള്ള അവകാശം നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. இந்த நாளில் எத்தனை பேர் நம்புறீங்க, ஆமென், நான் சில சுதந்திரங்களை பெற்றுக்கொள்ள போகிறேன்? ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ചില ദൈവിക അവകാശത്തെ പ്രാപിക്കാൻ പോകുകയാണെന്ന്? இந்த நாளில் பரிசுத்த ஆவியானவர் உங்களை பார்த்து சொல்கிறார், நீங்கள் சில சுதந்திரங்களை பெற்றுக்கொள்ள போகிறீர்கள். ദൈവമക്കളെ, ഈ ദിവസത്തിൽ ഈ മാസത്തിൽ നിങ്ങൾ ചില ദൈവിക അവകാശത്തെ പ്രാപിക്കാൻ പോകുകയാണ്. பரிசுத்தவான்களுக்கு இடையில் உள்ள சுதந்திரத்தை உங்களுக்காக பிதாவானவர் முன்குறித்து வைத்திருக்கிறார். വിശുദ്ധന്മാരുടെ മധ്യയുള്ള അവകാശത്തെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി മുന്നമേ തീരുമാനിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. இதுவரை நீங்கள் கண்ட தீமையான சில அனுபவங்களை அல்ல, இந்த மாதத்தினுடைய ஆரம்பத்தில் இருந்து பரலோக தகப்பன் உங்களுக்கு ஆயத்தம் பண்ணி வைத்திருக்கிற சில சுதந்திரங்களை நீங்கள் பெற்றுக்கொள்ள மாதமாக இந்த மாதம் മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനർത്ഥങ്ങളല്ല ദൈവമക്കളെ, പിതാവാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ അവകാശത്തെ, ദൈവിക അവകാശത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. நீங்கள் கிறிஸ்து இயேசுவுக்குள் பரிசுத்தவான்கள் என்று சொன்னால் உங்களுக்கு நிச்சயமாகவே பிதா வைத்திருக்கிற சில சுதந்திரங்கள் உண்டு. നിങ്ങൾ ക്രിസ്തു യേശുവിലുള്ള വിശുദ്ധന്മാരായിരിക്കുന്നത് കൊണ്ട് പിതാവ് ഒരുക്കിയിരിക്കുന്ന അവകാശത്തെ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. இந்த நாளில் உறுதியோடு கூட சொல்லுங்க, நான் சில சுதந்திரங்களை பெற்றுக்கொள்ள போகிறேன். ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞ് ഞാൻ ചില അവകാശത്തെ പ്രാപിക്കാൻ പോകുകയാണെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ ഒരു പിതാവിനെ, ആ പിതാവിൻ്റെ 2 മക്കളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പിതാവ് മകന് ആ പിതാവിൻ്റെ അവകാശത്തെ കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. லூக்கா எழுதின சுவிசேஷம் 15வது அதிகாரத்தினுடைய 11வது வசனத்தில் இருந்து ஒரு தகப்பனையும் தன்னுடைய 2 பிள்ளைகளையும் நம்ம பார்க்கும்போது இந்த தகப்பன் தன்னுடைய பிள்ளைகளுக்கு சுதந்திரத்தை கொடுப்பது பூரண மனதோடு கூட என்று சொல்லி நாம் பார்க்கிறோம். അവിടെ വചനം പറയുന്നു, ആ പിതാവ് 2 മക്കൾക്കും തന്റെ വസ്തുവക പകുത്തു കൊടുത്തുവെന്ന്. அந்த இடத்தில் வார்த்தை விதமாக சொல்கிறது, அந்த தகப்பன் தன்னுடைய பிள்ளைகளுக்கு தன் ஆஸ்தியை பங்கிட்டு கொடுத்தான் என்று சொல்லி. ദൈവമക്കളെ, അത് നിരാശയോടെയല്ല, ദുഃഖത്തോടെയല്ല, പ്രയാസത്തോടെയല്ല, മടുപ്പോടെയല്ല, പൂർണ്ണ മനസ്സോടെയും
പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ സന്തോഷത്തോടെയും ആ പിതാവ് തൻ്റെ മക്കൾക്ക് തൻ്റെ അവകാശത്തെ പകുത്തു കൊടുക്കുന്നത്. தேவப்பிள்ளைகளே, அந்த தகப்பன் இந்த சுதந்திரத்தை கொடுப்பது துக்கத்தோடையோ கஷ்டத்தோடையோ மனவேதனையோடையோ ஒன்றுமே அல்ல. பூரண மனதோடு கூட பூரண திருப்தியோடு கூட தான் சில சுதந்திரங்களை இந்த പിള്ളേകൾക്ക് പങ്കിട്ട് കൊടുപ്പത്. ഈ പദത്തിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാ, ഡിക്ലെയർ ചെയ്യുകയാ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ആ പിതാവിൻ്റെ അവകാശം, നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പകുത്തു തരാൻ പോകുക, നിങ്ങൾക്ക് പകുത്തു തരാൻ പോകുക. നിങ്ങളുടെ കരത്തിൽ അത് സമൃദ്ധിയായി പിതാവ് നൽകാൻ പോകുക. ആമേൻ. അൻപാனவர்களே, ആമേൻ. இந்த வார்த்தை கேட்கும்போது உங்களுடைய பரலோக தகப்பன் உங்களுக்கு பூரண மனதோடு கூட பூரண சந்தோஷத்தோடு கூட தம்முடைய ஆஸ்தியை தம்முடைய சுதந்திரங்களை உங்களுக்கு பங்கிட்டு தர போகிறார். ആമേൻ. ചിലപ്പോൾ ഇളയ മകൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല പിതാവ് ഇത്രയും അധികം സമ്പത്ത് എനിക്ക് നൽകുമെന്ന്. ஒருவேளை அந்த இளைய குமாரன் ஒருபோதும் எதிர்பார்த்திருக்க மாட்டான் தன்னுடைய பிதா தமக்கு இவ்வளவுக்கு அதிகமாக தன் சொத்தை பங்கிட்டு தருவார் என்று சொல்லி. നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ, ആശ്ചര്യപ്പെടുന്ന രീതിയിൽ പിതാവ് തന്റെ അവകാശം നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക ദൈവമക്കളെ. நீங்கள் அற்புதப்படும் விதத்திலே, நீங்கள் ஆச்சரியப்படும் விதத்திலே பிதாவானவர் உங்களுக்கு தம்முடைய சுதந்திரத்தை பங்கிட்டு தர போகிறார். കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന വേദനകൾ, ദുഃഖങ്ങൾ, ഇതിനെ പരിഹരിക്കുന്ന ഒരു റിവാർഡ്, ഇതിനെ പരിഹരിക്കുന്ന ഒരു സമ്പത്തിന്റെ അനുഗ്രഹം, ഇതിനെ പരിഹരിക്കുന്ന സ്വർഗീയ നന്മ നിങ്ങളുടെ ഭവനത്തിനകത്ത് വന്നു നിറയാൻ പോകുക. கடந்த நாட்களில் உங்களுக்கு வந்த சில வேதனைகள், துக்கங்கள், தீமையான அனுபவங்கள் இதையெல்லாம் பரிகரிக்கத்தக்கதான விதத்தில் சில ஆசீர்வாதங்கள், சில பொருளாதார சுதந்திரங்கள், நன்மைகள் உங்களுக்கு வந்து சிலதெல்லாம் உங்களுடைய வாழ்க்கையில் பரிகரிக்க போகிறது. തന്റെ മകന്റെ സ്വഭാവം എന്താണെന്ന് ഈ പിതാവിന് നന്നായിട്ട് അറിയാം. தன்னுடைய குமாரனுடைய சுபாவம் எந்த விதமானது என்று சொல்லி இந்த பிதா நன்றாக அறிகிறார். അറിഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ അങ്ങ് കൊടുക്കുക. അറിந்தே പൂർണ്ണ മനതോട് കൂടെ അവർ കൊടുக்கிறார். നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പിതാവിന് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും പിതാവ് ചില ഡിവൈൻ ഇൻഹെറിറ്റൻസ്, ദൈവികമായ അവകാശങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നൽകാൻ പോകുക ദൈവമക്കളെ. நீங்கள் யார் என்று உங்களுடைய பரலோக தகப்பன் நன்றாக அறிகிறார். ஆனாலும் தகப்பன் உங்களுக்காக சில நன்மைகளை பங்கிட்டு தர போகிறார். நீங்கள் சில சுதந்திரங்களை அனுபவிக்க. ഇത് എന്നോടുള്ള പ്രൊഫറ്റിക്കൽ വേർഡ് ആണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോൾ അതിനെ സ്വീകരിച്ചോ. ഈ നിമിഷം തൊട്ട് അവകാശങ്ങൾ നിങ്ങളുടെ കരത്തിൽ വരാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകൾ അത് കാണും. നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ അത് കാണും. നിങ്ങൾ അതിനെ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ അതിനെ വ്യാപാരം ചെയ്യുവാൻ തുടങ്ങും. இந்த நிமிஷத்தில் இருந்து இந்த தீர்க்கதரிசன வார்த்தையை நீங்க பெற்றுக்கொள்ளுங்க. நீங்கள் சில சுதந்திரங்களை பெற்றுக்கொள்வீங்க. உங்களுடைய கண்கள் அது காணும். நீங்கள் அதை சொந்தமாக்கிக் கொள்வீர்கள். நீங்கள் அதை வியாபாரம் பண்ண ஆரம்பிப்பீர்கள். മക്കളെ, ഡിലേ ആകത്തില്ല. അത് വേഗത്തിൽ നിങ്ങളുടെ കരത്തിൽ വരാൻ പോകുക. தேவ பிள்ளைகளே, அதுக்கு தாமதம் இல்லை. சீக்கிரமாகவே அது உங்களுடைய கரத்துக்கு வரப்போகிறது. ഇന്ന് ആ വിശ്വാസത്താൽ ഇളയ പുത്രൻ പിതാവിനോട് ചോദിച്ചതുപോലെ ചിലത് ചോദിക്കാൻ എത്ര പേർ റെഡിയാ? இன்றைக்கு விசுவாசத்தோடு அந்த இளைய குமாரன் கேட்டது போல பிதாவின் இடத்தில் சிலதை கேட்க எத்தனை பேர் ரெடியா இருக்கு? വചനം പറയുന്നു, ചോദിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് വചനം പറയുന്നു. வார்த்தை சொல்கிறது, கேளுங்கள் அப்பொழுது உங்களுக்கு கிடைக்கும், தேடுங்கள் நீங்கள் கண்டடைவீர்கள், தட்டுங்கள் உங்களுக்கு திறக்கப்படும். ഇന്ന് മുട്ടുന്നവർക്ക് തുറക്കപ്പെടാൻ പോകുക, അന്വേഷിക്കുന്നവർ കണ്ടെത്താൻ പോകുക, ചോദിക്കുന്നവർക്ക് അധികമായി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്ത പരമായി തന്നെ അവർക്ക് ലഭിക്കാൻ പോകുക. இன்றைக்கு தேடுகிற நீங்கள் கண்டடைய போகிறீர்கள். தட்டுகிற உங்களுக்கு திறந்து கொடுக்க போகிறது. நீங்கள் கேட்கிறது, நீங்கள் கேட்பதற்கும் நினைப்பதற்கும் அதிகமாகவே நீங்க பெற்றுக்கொள்ள போகிறீர்கள். ദൈവമക്കളെ, ഒരു ഡിവൈൻ ഇൻഹെറിറ്റൻസിന്റെ സീസണിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. അങ്ങനെ ഒരു റിലത്തിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. ദൈവ പിള്ളേകളെ, ഒരു ദൈവിക സുതന്ത്രത്തിനുடைய ഒരു സീസണിൽ தான், அந்த ஆவிக்குரிய மண்டலத்தில் தான் நீங்கள் இப்பொழுது இருக்கிறீர்கள். നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവിക അവകാശത്തിന്റെ റിലത്തിൽ അകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ
போல சில தெய்வீக சுதந்திரத்திற்குள்ளே நின்று கொண்டுதான் நீங்கள் இதை கேட்கிறீர்கள். ആർക്കും ലഭിക്കാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തൃപ്തി വരാൻ പോകുക. யாருக்கும் கிடைக்காததான பரலோக ஆசீர்வாதங்களினால் இந்த நாட்களில் உங்களுக்கு திருப்தி வரப்போகிறது. ദൈവികമായ സമൃദ്ധിയാൽ നിങ്ങൾ സമൃദ്ധരായി മാറാൻ പോകുക. സമൃദ്ധിയുടെ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുക. தெய்வீகமான ஆமென் பெருக்கத்தினால் நிறைவினால் நீங்கள் நிறைவை அடைய போகிறீர்கள். സ്വർഗീയമായിട്ടുള്ള സകല ആത്മീക അനുഗ്രഹത്തിനാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. പരലോകത്തുക്കുரிய സകല ആവിക്കുரிய നന്മകളിനാലും നിങ്ങൾ ആശീർവദിക്കപ്പെടാൻ പോകുക. നിങ്ങളെ കണ്ട് മറ്റുള്ളവർ അതിശയിക്കുന്ന രീതിയിൽ സ്വർഗീയമായ ബ്ലെസ്സിംഗ് ദൈവമക്കളെ നിങ്ങൾക്ക് അധികമായി നിങ്ങളുടെ കരത്തിൽ വന്ന് നിറയാൻ പോകുക. ദൈവമക്കളെ மற்றவர்கள் கண்டு அற்புதப்படும் அளவுக்கு தெய்வ பிள்ளைகளே உங்களுடைய கரத்தில் நன்மைகள் வந்து நிரப்பப்பட போகிறது. ആമേൻ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഹെറിറ്റൻസിന്റെ അവകാശത്തിന്റെ പ്രഭുവായിട്ടുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. துவக்கத்திலே சொன்னது போலவே சுதந்திரத்தினுடைய ஒரு தலைவனாக கர்த்தர் உங்களை அபிஷேகம் ചില பண்ணுகிறார். ജനങ്ങളെ നയിക്കുവാനുള്ള സ്പിരിച്വൽ അതോറിറ്റി ദൈവികമായ അവകാശത്തിന്റെ ആ പ്രഭുവാകുന്ന അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. சில ஜனங்களை நடத்தும்படியாக ஆமென் கர்த்தருடைய சுதந்திரத்தினுடைய தலைவனாயிருக்கிற அந்த அபிஷேகம் ஆமென் அந்த அபிஷேகத்தில் கர்த்தர்களை நடத்துவாராக. ഈ ദേശത്തെ ഭരിക്കുവാനുള്ള ചില അധികാരങ്ങൾ നിങ്ങളുടെ മേൽ കൈമാറ്റപ്പെടട്ടെ. இந்த தேசத்தை ஆளுகை செய்யும்படியான சில அதிகாரங்கள் உங்கள் மேல் கைமாற்றம் செய்யப்படுவதாக. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോകുക. நாங்கள் ஒருமித்து இப்பொழுது உங்களை bless பண்ண போகிறோம். கர்த்தாவே இன்றைக்கு இந்த வார்த்தை கேட்கிற ஒவ்வொரு நபர்களுடைய வாழ்க்கையிலும் அந்த தெய்வீக சுதந்திரம் வெளிப்படும்படியாக நாங்கள் ஜெபிக்கிறோம் கர்த்தாவே. அப்பா இயேசுவே இன்றைக்கு எங்களை கேட்கிற ஒவ்வொரு நபர்களுடைய மேலும் அப்பா ஆமென் அவர் சுதந்திரத்தினுடைய தலைவனாக மாறுகிற அந்த அபிஷேகம் இப்பொழுதே ரிலீஸ் ஆகும்படியாக நாங்கள் ஜெபிக்கிறோம். எல்லா குறைவுகள் விலகி போகட்டும். கிறிஸ்து இயேசுவுக்குள் சில பரலோக சுதந்திரங்களை பெற்றுக்கொண்டு இவர்கள் சில சுதந்திரங்களுக்கு தலைவனாக ஆளுகை செய்யும்படியாக நாங்கள் இப்பொழுது ஜெபிக்கிறோம். ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ ദൈവിക അവകാശങ്ങൾ സ്വർഗീയമായത് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ അങ്ങയുടെ മക്കളിലേക്ക് കൈമാറ്റപ്പെടുന്നതിനായി നന്ദി. ചില കർത്താവെ ഉയർച്ചയിലേക്ക് ഇവർ ആമേൻ കയറട്ടെ. ചില സ്പിരിച്വൽ പ്രൊമോഷൻ ഇവർ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല ദാരിദ്ര്യങ്ങൾ മാറട്ടെ. സ്പിരിച്വൽ പോവേർട്ടികൾ മാറിപ്പോകട്ടെ. ദൈവകൃപ ഇവർ മേൽ വർദ്ധിച്ചു വരട്ടെ. ഇതുവരെ ഇവർ കണ്ടതിലും ഹയർ സീസണുകൾ ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഹയർ റിലങ്ങൾ ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. പിതാവിനെ മുഖാമുഖം കാണുന്ന, പിതാവിൽ നിന്ന് പ്രാപിക്കുന്ന, പിതാവിനോട് ചോർന്ന് നിൽക്കുന്ന, പിതാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പിതാവിൽ അധികമായി തൃപ്തിപ്പെടുന്ന ഒരു റിലം കർത്താവെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു തുടങ്ങട്ടെ. സ്വർഗീയ പപ്പയുമായി ചോർന്ന് നിൽക്കുന്ന ഒരു സീസണായി ഇത് മാറട്ടെ പിതാവേ. യെസ് ലോർഡ്. സ്വർഗത്തെ കാണുന്ന കർത്താവെ, ദൂതന്മാരെ കാണുന്ന, പിതാവിന്റെ നിറവിനെ അനുഭവിക്കുന്ന ആ സ്പിരിച്വൽ റിലങ്ങൾ, സ്പിരിച്വൽ ഐസ് ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നപ്പ സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. Thank you, Lord. We give you all glory to you, Father. In Jesus' name. Amen. Amen. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുക. ഒരു ഡിവൈൻ ഇൻഹെറിറ്റൻസ് നിങ്ങൾ അധികമായി ഈ റിലത്തിൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുക. God bless you. கர்த்தர் உங்களை ஏராளமாக ஆசீர்வதிக்க போகிறார். இந்த ஆவிக்குரிய மண்டலத்தில் நீங்கள் சில தெய்வீக சுதந்திரங்களை பெற்றுக்கொள்ள போகிறீங்க. God bless you.